വെൽക്കം ടു അൽബേനിയൻ സീരീസ് പാർട്ട് 2. ഞങ്ങളുടെ അൽബേനിയ യാത്ര ഒരു സാധാരണ യാത്ര മാത്രമല്ല, ഞങ്ങളുടെ കോളേജായ സെൻറ്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടി നൽകുന്ന ഒരു പ്രത്യേക ഇൻ്റർനാഷണൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അൽബേനിയയിലേക്ക് എത്തിയത്. ഈ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം വഴി ഒരു ഇൻ്റർനാഷണൽ അക്കാഡമിക് എൻവയോൺമെൻറ്റിനെ അടുത്തറിയാനും മറ്റൊരു രാജ്യത്തിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റം, അവിടുത്തെ സൈക്കോളജിക്കൽ പ്രാക്ടീസ് മനസ്സിലാക്കാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം ലഭിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് സൈക്കോ ഓൺകോളജി മേഖലയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ്. ഇവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് സൈക്കോ ഓൺകോളജിയിലെ ഹെൽത്ത് സൈക്കോളജിസ്റ്റിൻ്റെ സൂപ്പർവിഷനിലാണ് ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് നടക്കുന്നത്. സൈക്കോ ഓൺകോളജി എന്ന് പറയുന്നത് നമ്മളെ ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആളുകളുടെ സൈക്കോളജിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ, സോഷ്യൽ ഡിഫിക്കൽട്ടീസൊക്കെ മനസ്സിലാക്കുകയും രോഗികൾ അവരുടെ കുടുംബങ്ങളെയൊക്കെ സൈക്കോളജിക്കൽ വെൽബീയിങ് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ കുക്ക് കുറച്ച് ദിവസം ലീവാണ്, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് കുക്കൊക്കെ വരും. അതുകൊണ്ട് ഞങ്ങളാണ് ഫുഡൊക്കെ മാനേജ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് കോഫി ഷോപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. യെസ്, ആൻഡ് അവർ കോഫി ഈസ് റെഡി. അതെ, ഞങ്ങൾ കോഫി ഉണ്ടാക്കി ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൂട്ട്സ് ഉണ്ട്, എഗ്ഗുണ്ട്, കുക്കീസുണ്ട്, ബ്രെഡുണ്ട്, പിന്നെ ടോസ്റ്റഡ് ബ്രെഡ്, പിന്നെ കോഫി ഉണ്ട്. അതെ, നമുക്ക് ഇവിടെ ഫിഗിൻ്റെ ജാം, പിന്നെ ഇവിടെ ചെറിയ ജാം, പിന്നെ പെപ്പർ, സോൾട്ട് എല്ലാം ഉണ്ട്. മിൽക്ക് വേണ്ടവർക്ക് അതുണ്ട്. കുക്കീസ് ഉണ്ട്. സീ ദ പ്ലേറ്റ്, നല്ല രസമല്ലേ, വണ്ടർഫുൾ കുക്കി ജാർ. സോ ദിസ് ഈസ് അവർ ബ്രേക്ക്ഫാസ്റ്റ്, ഡേ 1 അൽബേനിയ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ച് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തതാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി വിസിറ്റിനാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി, ഇവിടെയാണ് നമ്മൾ വിസിറ്റിന് വന്നിട്ടുള്ളത്. നമ്മൾ ഇൻറ്റേൺഷിപ്പ് ഇവിടെയാണ് ഉണ്ടാവുക. ഇൻറ്റേൺഷിപ്പ് ആൻഡ് IV ഇവിടെയാണ് ഉണ്ടാവുക. സോ ദിസ് ഇസ് ദ ക്യാമ്പസ്. ശ്രുതി, അശ്വിൻ, സംഗതി ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിലും ഒരു പുതിയ രാജ്യത്തെത്തുമ്പോൾ അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും ഒക്കെ അറിയാതെ എങ്ങനെ മടങ്ങുക. അതുകൊണ്ട് തന്നെ ഡേ 2 ഞങ്ങൾ ടിറാന സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ ടാക്സി ആകുമ്പോഴേ ഏകദേശം എത്രയാവും റേറ്റ്? ടാക്സി അഫോർഡബിൾ ആണ്, പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ആദ്യം നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു നമ്മൾ ആദ്യം അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കില്ല എന്ന് പറഞ്ഞാൽ എത്ര രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക്. അൽബേനിയയിൽ ഞങ്ങൾ 2ാമത്തെ ദിവസം തുടങ്ങിയത് ചെറിയൊരു ഷോപ്പിങ്ങിലൂടെയായിരുന്നു. ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് എസെൻഷ്യൽ സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാന്. യാത്രയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ഡെയിലി യൂസ് സാധനങ്ങൾ, ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന ദിവസങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ, അതൊക്കെ വാങ്ങാനായിരുന്നു ആദ്യം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു പുതിയ രാജ്യത്തെത്തിയിട്ട് അവിടുത്തെ ഷോപ്സിലൊക്കെ കയറുമ്പോൾ തന്നെ ഒരു ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനങ്ങളായിട്ട് കമ്പയർ ചെയ്യാനും ഇവിടുത്തെ സാധനങ്ങളുടെ വെറൈറ്റി, പ്രൈസ് റേഞ്ച്, പാക്കേജിങ്, ഷോപ്പിംഗ് കൾച്ചർ ഒക്കെ ശ്രദ്ധിക്കാനും ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ഷോപ്പിംഗ് മാത്രമായിരുന്നില്ല, അൽബേനിയയുടെ നമ്മുടെ ഡെയിലി ലൈഫിലേക്കുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൂടിയായിരുന്നു. ഇവിടെ ഈ ഐറ്റംസൊക്കെ ഭയങ്കര സാധാരണയാണ്. നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പല ടൈപ്പ് ബ്രെഡ്സ് ഉണ്ട്. ഇവിടെ ക്യാക്ടസിലുണ്ടാവുന്ന ഫ്ലവറാണ്. ഇന്ത്യൻ എംബസി പക്ഷേ ഇവിടുന്ന് കുറേ ദൂരെയാണ്. നമ്മളിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തെടുക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. ചേട്ടന്മാരൊന്നും ഫോട്ടോ എടുക്കായിരുന്നു. ചേച്ചിമാരെടുക്കാൻ നിങ്ങൾ ചേച്ചിമാരെ ഞങ്ങൾ പോയിട്ടല്ലേ എന്ത് കത്തീഡ്രലാണ്? ഓർത്തഡോക്സ് കത്തീഡ്രൽ. അങ്ങനെയൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ല ടൂറിസ്റ്റ് ആയിട്ട് വന്നതല്ലേ. രാജ്പത്ത് ഞാൻ കാണിക്കാം ശരിക്കും. വൈകുന്നേരം അപ്പുറം ഇതാണ് ഇവിടുത്തെ രാജ്പത്ത്, മദർ തെരേസ സ്ക്വയർ എന്ന് പറയുന്നത് അങ്ങേയറ്റത്ത് കാണുന്നത്.
ഇവിടുത്തെ ഒരുവിധപ്പെട്ട ഇപ്പം ഉദാഹരണം പറഞ്ഞ അൽബേനിയ വേൾഡ് കപ്പ് ജയിച്ചെന്നിരിക്കട്ടെ, ഇവരിവിടെ ആയിരിക്കും ആഘോഷം നടത്താൻ പോകുന്നത്. അതുപോലെ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ സ്ഥലം നമ്മൾ രാജ്പത്തിലല്ലേ നമ്മുടെ എല്ലാവരും സ്കാൻഡർബർഗ് സ്ക്വയറിലേക്കാണ്. അതാണ് ഒരു ഇതിന്റെ ഒരു എൻഡ്. അൽബേനിയയുടെ തലസ്ഥാന നഗരമാണ് ടിറാന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റോമൻ കത്തോലിക് ചർച്ചിൻ്റെ ഭാഗമാണ് കത്തീഡ്രൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് സെൻറ്റ് പോൾ കത്തീഡ്രലിലേക്കാണ്. ഇതിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും അകത്ത് ഭയങ്കര ട്രഡീഷണൽ റിലീജിയസ് എലമെൻറ്റ് വളരെ മനോഹരമായിട്ട് കാണാം. കത്തീഡ്രലിൻ്റെ ഇൻറ്റീരിയറിൽ പ്രത്യേകിച്ച് ശ്രദ്ധ ആകർഷിക്കുന്നത് ഒരു സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോ, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് ഇതെല്ലാമാണ്. ഇവിടുത്തെ ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ തിരക്കേറിയ ഈ ഒരു സിറ്റി ലൈഫിൻ്റെ അതിൻ്റെയൊക്കെ ഒരു മറ്റൊരു സൈഡാണ് ആക്ച്വലി. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് കുർബാന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒക്കേഷനിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അതൊക്കെ കേട്ടു. അൽബേനിയയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ റിലീജിയനും വലിയൊരു ചരിത്രമുണ്ട്. കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭയങ്കര നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് റിലീജിയസ് ലൈഫ് വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം റിലീജിയസ് ലാൻഡ്മാർക്ക് അൽബേനിയയുടെ കൾച്ചറൽ ഹിസ്റ്ററിയുടെയും കൂടെ ഒരു ഭാഗമാണ്. ടൂറിസ്റ്റ് സ്പോട്ട് എന്നതിലുപരി അൽബേനിയയുടെ ഹിസ്റ്ററി, കൾച്ചർ, ആർക്കിടെക്ചർ, റിലീജിയസ് ഹെറിറ്റേജ് എന്നിവയെ ഒരുമിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വിസിറ്റ്. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷന് ടിറാനയിലെ വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു ടിറാന കാസിൽ. പേര് കാസിലാണെങ്കിലും ഇതൊരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആയിട്ടാണെന്ന് സൂക്ഷിക്കുന്നത്. പഴയ കോട്ടയുടെ ഭാഗങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ അകത്തൊരു ബ്യൂട്ടിഫുൾ പെഡസ്ട്രിയനിങ് സ്പേസ് ആയിട്ട് റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ട്രഡീഷണൽ ഷോപ്പ്, ആർട്ട് സ്പേസസ്, സുവീനിയർ ഷോപ്പ് ഇതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗം ഒരു ഓൾഡ് ബസാർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു കൾച്ചറൽ ആൻഡ് കൊമേഴ്ഷ്യൽ സ്പേസാണ്. ഇവിടെ അൽബേനിയയുടെ ട്രഡീഷണൽ കൾച്ചറും മോഡേൺ ലൈഫ് സ്റ്റൈലും വളരെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നത് കാണാം. ഞങ്ങൾ എത്തിയപ്പോൾ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഇവിടുത്തെ ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റ് ഏരിയ ആയിരുന്നു. വുഡൻ ആർക്കിടെക്ചറും ഗ്രീനറിയും ഔട്ട്ഡോർ സീറ്റിങ്ങും ചെറിയ ലൈറ്റും എല്ലാം ചേർന്ന് ഭയങ്കര ലൈവ്ലി ആയിട്ടും കോസി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഒരു വശത്ത് നമുക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിൻ്റെ ട്രേസസ്, മറ്റൊരു വശത്ത് റെസ്റ്റോറൻറ്റ്സ്, കഫേസ് ഇതെല്ലാം നിറഞ്ഞ മോഡേൺ ആയിട്ടുള്ളൊരു സിറ്റി ലൈഫും. ഓൾഡ് മീറ്റ്സ് ന്യൂ എന്ന കൺസെപ്റ്റ് ഭയങ്കര മനോഹരമായിട്ട് തന്നെ ഈ ഒരു സ്പേസിൽ കാണാൻ കഴിയുമായിരുന്നു. ടിറാനയുടെ ഹിസ്റ്ററി അറിയാനും ലോക്കൽ ഫുഡ്, ഷോപ്പിംഗ്, ആർട്ട്, കൾച്ചർ എന്നിവ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്പോട്ട് തന്നെയായിരുന്നു ഇത്. ഞങ്ങൾ അൽബേനിയൻ യാത്രയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനും ഈ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനും ഞങ്ങളിവിടെ കുറച്ചധികം സമയം തന്നെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു ടവറായിരുന്നു. അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മരിടൈം ഹോട്ടൽ പ്ലാസ എന്ന് പറയുന്നത്. TID ടവർ എന്നും അറിയപ്പെടുന്നതാണ് അറിഞ്ഞത്. ടിറാനയിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക് തന്നെയാണത്. സ്കാൻഡർബർഗ് സ്ക്വയറിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആർക്കിടെക്ചർ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മനോഹരമായ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ സ്കാൻഡർബർഗ് സ്ക്വയറിലേക്ക് പോവുകയായിരുന്നു. ടിറാന സിറ്റിയുടെ സെൻറ്ററിലൂടെ നടക്കുമ്പോൾ തന്നെ ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. ഈ ഒരു സെൻറ്ററിൻ്റെ നടുക്കായി തന്നെ നമുക്കൊരു മോസ്കും കാണാൻ പറ്റും. അതോടൊപ്പം ഈ കാണുന്നത് ഒപ്പേറ ഹൗസാണ്. ടിറാനയുടെ ഒരു പ്രധാന പബ്ലിക് സ്ക്വയർ ആണ് ഈ സ്കാൻഡർബർഗ് സ്ക്വയർ എന്ന് പറയുന്നത്. അൽബേനിയയുടെ ഒരു നാഷണൽ ഹീറോ ആയിരുന്നു ഈ സ്കാൻഡർബർഗ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ക്വയർ അറിയപ്പെടുന്നത്. സ്ക്വയറിൻ്റെ ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് നമുക്ക് ഒരു സ്റ്റാച്യൂവും കാണാം അദ്ദേഹത്തിൻ്റെ. അതിൻ്റെ താഴെ ഒരാൾ കൊടിയും പിടിച്ച് നിൽക്കുന്നതും കാണാം. ഈ സ്ക്വയറിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു മോസ്ക് കാണാൻ പറ്റും. ഏതംബെ മോസ്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആക്കുന്നതിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള വർക്കാണ്. മരങ്ങളും വാട്ടർഫോൾസും ബ്രിഡ്ജസും ഒക്കെ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇതിൽ. നാച്ചുറൽ സീൻസാണ് ഇതിൽ വരച്ചിട്ടുള്ളത്.
ആ കാണുന്നത് നമ്മുടെ അൽബേനിയയുടെ ഫ്ലാഗാണ്, നാഷണൽ ഫ്ലാഗാണ്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ഐ ലവ് ടീ എന്ന് എഴുതിയതിൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് നമ്മളെ സ്കാൻഡർബർഗിൻ്റെ ഫേസ് ഷേപ്പിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് വൈകുന്നേരം 7:30 ആയിട്ടോ, 7:30ക്കുള്ള വെളിച്ചമാണത്. ഞങ്ങൾ പതുക്കെ നോക്കാൻ തുടങ്ങി. ആൻഡ് ദിസ് ബാർ ഇസ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതാ ഇവിടെ ടെലിഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞാൽ റിങ് വരും താഴേക്കുള്ളത്. ഇത് നമ്മുടെ ബാൽക്കണി നൈറ്റ് വ്യൂ ആണ്. ഇത് മൊത്തം യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് കേട്ടോ, കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. ആ കാണുന്നത് ഒരു ഡെൻ്റൽ കോളേജാണ്. അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി, ഈ കാണുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇവിടെ നമുക്ക് ഡൈനിങ് ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്, ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്പേസ്. അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഓ, ആരിത്? പിന്നെ ഇത് നമുക്ക് ബാൽക്കണി ഏരിയ. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ അങ്ങോട്ടേക്കാണ് എത്തുക. ഇതൊക്കെ നമ്മുടെ ക്യാമ്പസിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ നമ്മുടെ ഫാർമസി ഒക്കെ ഉള്ള ഏരിയ ആണ്. ഇവിടെയാണ് യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീൻ വരുന്നത് കേട്ടോ, സ്റ്റുഡൻസിനൊക്കെ പോയി കഴിക്കാനുള്ള ക്യാൻറ്റീൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഡിന്നർ. വെജിറ്റബിൾ പുലാവ് ഉണ്ട്, ഇവിടെ യോഗേർട്ട് ഉണ്ട്, പിന്നെ ചിക്കൻ വിങ്സ്. Day 1 ഇൻ അൽബേനിയ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സ്നാക്സൊക്കെ കഴിച്ച്, ഈ ഒരു അൽബേനിയൻ സ്നാക്കൊക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ കിടക്കാൻ പോവാണ് ഗൈസ്. ഗുഡ് നൈറ്റ്. ബാക്കി നാളെ.